ശ്രീ CR മഹേഷ്. സർ, ഒരുപാട് മേഖലകളിൽ കടവും കടത്തിൻ്റെ പുറത്ത് കടവും ബാധ്യതയുമൊക്കെ ഉണ്ട് എന്നുള്ളത് അങ്ങ് തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. സർ, അതുപോലെയല്ല കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികൾ. അവർ ആരോഗ്യമുള്ള സമയത്ത് അധ്വാനത്തിൻ്റെ ഒരു ശതമാനം പ്രായമാകുമ്പോൾ മരുന്ന് വാങ്ങിക്കാം ജീവിത ചെലവിന് വേണ്ടി അങ്ങോട്ട് അടച്ചതാണ് സർ അംശാദായമായി. സർ, അത് എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യാൻ നടപടിയെടുക്കുമോ? സർ, എത്ര മാസത്തെ നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ കുടിശ്ശികയുണ്ട് എന്ന് വ്യക്തമാക്കാം. സർ, തദ്ദേശ സ്വയംഭരണ മേഖലയിൽ ഇടയ്ക്ക് തദ്ദേശ സ്വയംഭരണ മേഖലയിൽ നിന്നാണോ കളക്ട് ചെയ്യേണ്ടത്, ഈ കളക്ട് ചെയ്യേണ്ട ആരെന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതിനകത്ത്. ഇപ്പോൾ നേരത്തെ തൊഴിൽ വകുപ്പായിരുന്നു കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി കളക്ട് ചെയ്യാനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ എഫക്റ്റീവ് നടന്നു വരണം. ഇതുകൊണ്ടാണ് ആ മേഖലയിൽ പണത്തിൻ്റെ വലിയ കുറവല്ല, കളക്ഷൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുള്ളതാണ്. കുറച്ച് കുടിശ്ശികയുണ്ട്. ആ കുടിശ്ശിക പരിഹരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ കണക്കുകൾ ഞാൻ നോക്കിയിട്ട് പറയാൻ കഴിയും. എന്തായാലും ഈ കളക്ഷൻ നല്ലതുപോലെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കളക്ട് ചെയ്യേണ്ട പണം കളക്ട് ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് പുരോഗതി ഉണ്ടാവും. പിന്നെ വലിയ താമസമില്ലാതെ തന്നെ അത് മെച്ചപ്പെട്ട തരത്തിലേക്ക് ചെയ്യാൻ കഴിയുമെന്നാണ്.